ഹായ് കൂട്ടുകാരെ, ഇതുണ്ടോ ഇവിടെ ഒരു വഴി കയറി പോകണം കേട്ടോ. കുറച്ച് ആളുകളൊക്കെ താമസിക്കുന്ന മേലെയാണ്. മേളിൽ എന്തോ ഹോം സ്റ്റേ ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നണം കേട്ടോ. എന്നാണെങ്കിലും ഈ വഴി നമ്മുടെ ഇടുക്കിയിൽ നിന്ന് കയറി തന്നെയാണ്. ഈ വഴി ഇങ്ങനെ ഈ വഴിയിലേക്ക് പോയി കഴിഞ്ഞാൽ നേരെ ഇടുക്കി കട്ടപ്പന റോഡാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് താഴേക്ക് ഒരു വഴി ഇറങ്ങി പോകുന്നുണ്ട്. ഈ വഴി പോകുന്നത് ശരിക്കും നമ്മുടെ നാരകക്കനം എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞാനിന്ന് വിചാരിക്കുന്നത് നമ്മുടെ നാരകക്കനം ഗ്രാമം കാണാൻ വേണ്ടി പോകാമെന്ന് ഓർത്തുകൊണ്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ വീട്ടിൽ നിന്ന് ഒരു 12 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് വീട്ടിൽ നിന്ന് ഓടി ഇറങ്ങി വന്നത്. എന്നെ പോലെ എന്തൊരു ചൂടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൈയും മുഖമൊക്കെ അങ്ങോട്ട് പൊള്ളിയിരിക്കുകയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ശരിക്കും ബൈക്കിലാണ് നമ്മൾ വന്നത്. എന്നാലും ജാക്കറ്റൊക്കെ ഇട്ട് അത്യാവശ്യം ഗ്ലാസ്സൊക്കെ വെച്ചാണ് വന്നത്. ഒരു പ്രയോജനമില്ല, നല്ല കട്ട ചൂടാണ്. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ചൂടൊക്കെ എങ്ങനെയുണ്ടെന്ന് പറയണം. മഴയൊന്നും വലിയ കാര്യമായിട്ട് ഇടുക്കിയിലൊന്നും കിട്ടുന്നില്ല കേട്ടോ. പകൽ ചൂടും രാത്രിയിൽ അത്യാവശ്യം തണുപ്പുമാണ് ഇപ്പോൾ ഇടുക്കിയിലെ കാലാവസ്ഥ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. അപ്പം നമുക്ക് നാരകക്കനം ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ അജീഷ്, ഇടുക്കി ചില്ലീസ്. നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു 10 മീറ്റർ കൊണ്ട് മാറി കഴിയുമ്പോൾ ഇവിടെ നമുക്കൊരു ബോർഡ് കാണാൻ സാധിക്കും കേട്ടോ. KC ബോർഡിൻ്റെ നിരോധിത മേഖല എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ഇവിടെ തൊട്ട് താഴെ ഒരു ഡാമുണ്ട്. ഇത് ആ കാണുകയാണ് ഡാം. ഇപ്പം വെള്ളം എല്ലാം പറ്റി കിടക്കുകയാണ്. നമ്മളിതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഡാം ഉണ്ടാക്കിയിട്ട് വെള്ളം ശേഖരിച്ച് വെച്ചിട്ട് ഇതിൻ്റെ അകത്തോടെ ഇങ്ങനെ ടണ്ണലടിച്ച് നമ്മൾ ഇടുക്കി ഡാമിലേക്ക് പോവുകയാണ്. അപ്പോൾ അതൊരു വെറൈറ്റി കാഴ്ചയാണ്. പക്ഷേ ഈ ഒരു മേഖലയിലൊക്കെ വന്നിരുന്ന് നമുക്ക് കുറേ നേരം ഈ ചൂടത്തിരിക്കാനൊക്കെ അടിപൊളിയാണ് കേട്ടോ. ഞാൻ എൻ്റെ കട്ടപ്പന യാത്രയിലൊക്കെ കുറേ നേരം ചിലവഴിക്കുന്ന ഒരു സ്ഥലമൊക്കെ ആയിരുന്നു ഒരു കാലഘട്ടത്തിൽ. ജോലിയോടനുബന്ധിച്ച് നമ്മൾ പോകുന്ന ആ ഒരു സമയത്ത് കേട്ടോ. ഈ ഡാമിൻ്റെ വീഡിയോ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തതാണ് കേട്ടോ. ഏതാണ്ട് ഒരു 3-4 വർഷങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ്. അന്ന് മഴയൊക്കെ ഉണ്ടായിരുന്ന ഒരു സമയത്ത് ഓടി വന്ന് നല്ലൊരു വീഡിയോ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് നാരകക്കനം ഗ്രാമം കാണാൻ വേണ്ടി യാത്ര തുടരാം. അങ്ങനെ നമ്മൾ ആ ഡാമിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്കടെ നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിക്ക് ഇതാണ് ഇവിടുത്തെ കാഴ്ച കേട്ടോ. നമുക്ക് മഴക്കാലങ്ങളിലാണെങ്കിൽ ഡാം വെള്ളമൊക്കെ നിറഞ്ഞു കിടക്കുന്ന ഒരു കാഴ്ചയൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇവിടെ നിന്നാൽ ആ ഡാമിൻ്റെ ഒരു ചെറിയ കാഴ്ച കണ്ടോ. ഒരു ചെറിയ കെട്ട്, ഡാമിൽ നിന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയ കെട്ട്. ടണ്ണൻ മുഖം ഇത് ഇവിടെയാണ് കേട്ടോ. അപ്പോൾ നേരെ നമുക്ക് നാരകക്കനം ഗ്രാമം ലക്ഷ്യമാക്കി യാത്ര തുടരാം അല്ലേ. ഗ്രാമം ലക്ഷ്യമാക്കി യാത്ര തുടരണ്ട, നമ്മൾ നാരകക്കനം ഗ്രാമത്തിൻ്റെ ഉള്ളിലൂടെയാണ് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിക്ക് കണ്ടോ ഇതുപോലുള്ള നിരവധി കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. നമ്മൾ കയറി വരുമ്പോൾ തന്നെ നമുക്കൊരു മൃഗാശുപത്രി നമുക്കിവിടെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ, നാരകക്കനം ഗ്രാമത്തിൻ്റെ. അത് കഴിഞ്ഞ് നമ്മൾ മുമ്പോട്ട് യാത്ര ചെയ്യുകയാണ്. യാത്ര ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് കടകളും അതുപോലെ കാര്യങ്ങളൊക്കെയുള്ള ഒരു മേഖലയിലേക്ക് നമ്മൾ ചെന്നെത്തും കേട്ടോ. അങ്ങനെ കൂട്ടുകാരെ, കഥകളും വിശേഷങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ നാരകക്കനം ഗ്രാമത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് കേട്ടോ. ഈ ഗ്രാമത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ തൊടുപുഴ, പുളിയമല, കട്ടപ്പന റൂട്ടിലേക്ക് യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പോകുന്ന വഴിക്ക് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്ന ഒരു കൊച്ചു ഗ്രാമമാണ് നാരകക്കനം എന്ന് പറയുന്നത്. ശരിക്കും ചെറുതോണിയിൽ നിന്ന് 9 കിലോമീറ്ററും തങ്കമണിയിൽ നിന്ന് 7 കിലോമീറ്ററും കട്ടപ്പനയിൽ നിന്ന് 18 കിലോമീറ്ററും മാറിയാണ് ഈ ഗ്രാമം കിടക്കുന്നത് കേട്ടോ. നമ്മൾ ഈ കാണുന്ന സ്കൂളിൻ്റെ പേര് സെൻറ്റ് ജോസഫ് UP സ്കൂൾ നാരകക്കനം എന്നാണ്. ഏതാണ്ട് 50 വർഷങ്ങൾക്ക് മുകളിൽ പഴക്കമുള്ള ഒരു സ്കൂളാണ് കേട്ടോ. വളരെ മനോഹരമായിരിക്കുന്ന സ്കൂൾ അല്ലേ. ഈ സ്കൂൾ കാണുമ്പോൾ എൻ്റെ ബാല്യകാലത്തിലേക്ക് ഒന്ന് തിരിച്ചു പോയിട്ടോ. ഞാനും ഇതുപോലുള്ള സ്കൂളിലാണ് പഠിച്ച് വളർന്നു വന്നത്. എന്താണെങ്കിലും അതൊന്നും നമ്മുടെ ജീവിതത്തിൽ ഇനി തിരിച്ചു കിട്ടത്തില്ലല്ലോ. നമ്മുടെ ഇടുക്കി ഡാമിലെ ഇടുക്കി ഡാമിൽ നിന്ന് 3 കിലോമീറ്റർ മാത്രമാണ് ഈ നാരകക്കനത്തിലേക്ക് ഉള്ളത്. ചേട്ടൻ്റെ പേരെന്ന് പറഞ്ഞേ? എൻ്റെ പേര് തങ്കച്ചൻ. തങ്കച്ചൻ. ചേട്ടൻ്റെ പേരോ? ജോസഫ്. ജോസഫ്. ഈ ഗ്രാമത്തിൽ ചരിത്രം പറയുമ്പോൾ ഇവിടെ കുടിയേറ്റ മേഖലയാണിത്. ഏതാണ്ട് 75 വർഷത്തോളമായി ഇവിടെ ആൾക്കാർ കുടിയേറി പാർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഈ നാരകക്കനത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ആദ്യമേ ഇവിടെ ഉണ്ടായത് ഒരു പള്ളിയാണ്, സെൻറ്റ് ജോസഫ് ചർച്ച് പള്ളിയാണ്. അതിനോടനുബന്ധിച്ച് പള്ളിക്കൂടം എന്ന രീതിയിൽ സെൻറ്റ് ജോസഫ് സ്കൂളുണ്ടായി. സെൻറ്റ് ജോസഫ് സ്കൂളിൻ്റെ ജൂബിലിയാണ് ഈ വർഷം നമ്മൾ ആചരിക്കാൻ പോവുകയാണ്. ഏതാണ്ട് 50 വർഷക്കാലം പിന്നിട്ട് ഇവിടെ കയറിയ കുടിയേറ്റ കർഷകർക്ക് വിദ്യാഭ്യാസത്തിന് വേണ്ടി തുടങ്ങി വെച്ച സ്കൂളിൻ്റെ ജൂബിലി ഈ വരുന്ന 23-ാം തീയതി നാട്ടുകാരെല്ലാം കൂടി കൊണ്ടാടുകയാണ്. കുടിയേറ്റ കർഷകരായിട്ട് വന്ന് ഏറ്റവും ആദ്യം കയറിയ ഒരു ഒറ്റനൂലിൽ വർക്കിച്ചാട്ട് എന്ന് പറഞ്ഞ ആളാണ് ഈ പ്രദേശമെല്ലാം വെട്ടിത്തെളിക്കുകയും ഈ നാടിനെ, ഈ നാരകക്കനം, ഈ ടൗൺ മേഖല അടക്കമുള്ള സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുകയും പള്ളിക്ക് വേണ്ടി വിട്ടുകൊടുത്ത സ്ഥലങ്ങളാണ്. ആദ്യകാലങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നത് കുരുമുളകും കാപ്പിയും കൊക്കോയും ഒക്കെ ആയിരുന്നുവെങ്കിൽ ഇന്ന് അതെല്ലാം മാറി ഇപ്പോൾ ഏലകൃഷിയിലേക്ക് കടന്നിരിക്കുകയാണ്. ഏലകൃഷി കടന്ന് ഏലം മേഖലയായി മാറ്റിയിരിക്കുകയാണ് ഈ നാരകക്കനം മേഖല. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു 100-ലധികം ആൾക്കാർ, 200-ഓളം ആൾക്കാർ വിദേശത്ത് പോയി വിദേശത്ത് പല രാജ്യങ്ങളിൽ സേവനമനുഷ്ഠിക്കുകയും അവരുടെ പ്രവർത്തന ഫലമായിട്ട് തന്നെയാണ് നാരകത്തിൻ്റെ വികസനം ഏറ്റവും മുന്നിൽ വരികയും ഇന്ന് കാണുന്ന നല്ല വീടുകളും
എല്ലാം ഉണ്ടായിട്ടുള്ളത് ആ രീതിയിലാണ്. ഈ ഡാമിൻ്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് കടന്നു വന്ന ഒട്ടനവധി ആൾക്കാർ ഇന്നിവിടെ അധിവസിക്കുന്നുണ്ട്. ഇടുക്കി ഡാമിൻ്റെ പദ്ധതി പ്രദേശത്തേക്ക് തൊഴിലന്വേഷിച്ച് വന്ന ഒട്ടനവധി ആൾക്കാരുണ്ട്. ആ തൊഴിലന്വേഷിച്ച് വന്ന ആൾക്കാർ ആ തൊഴിൽ തീർന്നപ്പോൾ മറ്റ് ജീവിതമാർഗ്ഗം കണ്ടെത്തുന്നതിന് വേണ്ടി തന്നെ കൃഷിഭൂമി കണ്ടെത്തുകയും അതിനെ എൻക്രോച്ചിലേക്ക് കടന്നു വരികയും ചെയ്തിട്ടുണ്ട്. പേരെന്നാ? അവറാച്ചൻ. ആശാൻ്റെ പേരാ? എന്ത് ചെയ്യുന്നു? ഓട്ടോ. നമ്മൾ ഈ കാണുന്ന വഴി ശരിക്കും മരിയാപുരത്തിന് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ ഇതിലൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ആ ടോപ്പിൽ കാണുന്നത് ഇവിടുത്തെ ഒരു കോൺവെൻ്റാണ്. അതിൻ്റെ താഴെ കംപ്ലീറ്റ് തേയിലക്കൃഷിയൊക്കെ നടത്തിയിരിക്കുന്ന കാഴ്ച കാണാൻ പറ്റും. ഈ വഴി ഇങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് തങ്കമണിക്കും അതുപോലെ തന്നെ കട്ടിങ്ങിനും പോകാൻ പറ്റും. നാരകക്കാനം കട്ടിങ് എന്ന് പറഞ്ഞൊരു ചെറിയ സ്ഥലമുണ്ട്. നമുക്ക് അടുത്ത ദിവസം അവിടെ പോയി വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇവിടെ ഗ്രാമങ്ങളെല്ലാം വൈകുന്നേര സമയത്ത് ഇങ്ങനെ ആളുകളൊക്കെ വന്ന് കടയൊക്കെ തുറന്ന് അങ്ങോട്ടാകുന്ന ഒരു ടൈമാണ്. നമുക്ക് ഇവിടെ നിന്ന് താഴേക്ക് പോകുന്ന വഴിക്കൂടെ പോയാലാണ് മെയിൻ റോഡിലേക്ക് കയറാൻ വേണ്ടി സാധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ശരിക്കും ഈ പള്ളിമുറ്റത്തുള്ള ഒരു അത്തിയുടെ കീഴാണ് കേട്ടോ. ഭയങ്കര ചൂടായതുകൊണ്ട് കയറി ഇങ്ങനെയാണ്. അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് നാരകക്കാനം ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ കാണാനാണ് വന്നിരിക്കുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ നമുക്ക് ഡ്രോൺ യൂസ് ചെയ്യാൻ ഇവിടെ അനുമതിയില്ല. അത് അറിയാലോ. അപ്പം കൂടുതൽ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് ഒന്നും പറയുന്നില്ല കേട്ടോ. അപ്പം ഈ പള്ളി കാണാനും ഈ പള്ളിയുടെ ചുറ്റുപാട് കാണാനൊക്കെ എന്തൊരു മനോഹരമാണെന്നറിയാമോ. ശരിക്കും നമുക്ക് ഈ പള്ളിയുടെ മുമ്പിൽ ഒരു റോഡുണ്ട്. ആ റോഡ് നമ്മൾ പോയി കഴിഞ്ഞാൽ നേരെ തങ്കമണിയിലേക്ക് ചെന്നിയാടും കേട്ടോ. അപ്പോൾ ഇവിടെ നിന്നാൽ ഈ പള്ളിയുടെ നേരെ ഓപ്പോസിറ്റ് നിന്നാൽ നമുക്ക് കാൽവരി മൗണ്ട് മലനിരകൾ അടിപൊളിയായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഈ പള്ളിയുടെ അവിടെ നിന്ന് നമ്മൾ മരിയാപുരം റൂട്ടിലേക്കാണ് ഇപ്പോൾ യാത്ര ചെയ്ത് പോകുന്നത് കേട്ടോ. പോകുന്ന വഴിക്കൊക്കെ നമുക്ക് മനോഹരമായ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാൻ വേണ്ടിയാണ് ഈ യാത്ര. ശരിക്കും നമ്മൾ കുറച്ച് ദൂരം ചെന്ന് കഴിയുമ്പോൾ ഒരു ഡിവേഷൻ എടുത്ത് നമ്മൾ ഈ ഗ്രാമത്തിൻ്റെ കോൺവെൻറ്റിൻ്റെ ഉള്ളിലേക്ക് ആണ് യാത്ര ചെയ്ത് പോകുന്നത് കേട്ടോ. അങ്ങോട്ട് പോകുന്ന വഴിക്ക് എൻ്റെ പൊന്നെ ഒരു അസാധ്യമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ തേയിലച്ചെടി അങ്ങനെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന മനോഹരമായ ഒരു കാഴ്ചയാണ്. കോൺവെൻറ്റ് ഈ മലയുടെ ടോപ്പിലാണ്, പക്ഷേ അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല കേട്ടോ. പക്ഷേ ഇവിടെ നിന്നാൽ നമ്മൾ കണ്ടിരിക്കുന്ന ആ ഒരു നാരകക്കാനം ഗ്രാമത്തിൻ്റെ ഒരു ടോപ്പ് വ്യൂ നമുക്ക് അവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും കേട്ടോ. ആ കാണുന്നതാണ് ഈ ഗ്രാമത്തിലെ കോൺവെൻറ്റ് കേട്ടോ. നിങ്ങൾ നോക്കി അതിൻ്റെ ഫ്രണ്ടിൽ ഫുള്ള് തേയിലക്കാടാണ്. ഈ വഴി എങ്ങോട്ട് പോകുന്നതെന്ന് അറിയത്തില്ല. എന്നാൽ ഇവിടെ ഒരു ചെറിയ ഓഫ് റോഡ് പോലത്തെ ഒരു വഴിയുണ്ട്. ഇതിൻ്റെ താഴേക്ക് നോക്കിയാൽ അങ്ങേറ്റം നമ്മുടെ കാൽവരിമുണ്ട് മലനിരകൾ നമുക്ക് കാണാൻ പറ്റും. ഇത് ഒരു ഒറ്റ മലയാണ് കേട്ടോ. നമുക്ക് കുറവൻ മലയാണോ കുറത്തി മലയാണോ എന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഒറ്റ മലയാണ്. താഴെ നമുക്ക് നാരകക്കാനം ഗ്രാമം നമുക്ക് കാണാൻ പറ്റും. പള്ളി, അവിടെ ഒരു ബിൽഡിങ്, പള്ളിയുടെ അപ്പുറം സ്കൂള്, ഇത് പള്ളിയുടെ ഗ്രൗണ്ട്, ഇവിടെ ഒരു സിമിട്രി, അതിൻ്റെ താഴെ ഗ്രാമത്തിൻ്റെ കാഴ്ചകൾ എല്ലാം നമുക്ക് ഇവിടെ നിന്ന് ആസ്വദിക്കാൻ പറ്റും. അതിലേറെ ഗംഭീരമായൊരു കാഴ്ചയല്ലേ ഇത്. ഈ തേയിലക്കാടിൻ്റെ മനോഹരമായിരിക്കുന്ന ഒരു കാഴ്ച അല്ലേ. അങ്ങനെ മഠത്തിൻ്റെ അവിടുന്ന് വീണ്ടും നാരകക്കാനം ഗ്രാമത്തിലേക്ക് നമ്മൾ എത്തിയിട്ടോ. ഇവിടെ നിന്ന് ഇനി ഒരു സസ്പെൻസ് യാത്രയാണ്. ഈ ഗ്രാമത്തിൽ നിന്ന് ഏകദേശം ഒരു 2 കിലോമീറ്റർ നമ്മൾ ഈ കാണുന്ന വഴി കൂടെ, സ്കൂളിൻ്റെ സൈഡിൽ കൂടെ ഉള്ള വഴി കൂടെ നമ്മൾ യാത്ര ചെയ്ത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഒരു കിടിലൻ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. നമ്മുടെ ഇടുക്കിയിലെ ഏഷ്യയിലെ തന്നെ ഏറ്റവും വിസ്മയമായിരിക്കുന്ന ഇടുക്കി ഡാമിൻ്റെ കാഴ്ച നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. അപ്പോൾ പോകുന്ന വഴിക്ക് നമുക്ക് ധാരാളം വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ശരിക്കും നമ്മൾ ഒരു മലയുടെ ടോപ്പിൽ കൂടെയാണ് ഇപ്പോൾ യാത്ര ചെയ്ത് പോകുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് പാണ്ടിപ്പാറ മല നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ നമുക്ക് ആസ്വദിക്കാൻ വേണ്ടി സാധിക്കും കേട്ടോ. നമ്മൾ ഈ പോകുന്ന വഴിക്ക് തന്നെ ചെറിയൊരു കുരിശുപള്ളിയൊക്കെ ഉണ്ട്. മനോഹരമായിരിക്കുന്ന ആംബിയൻസിലിരിക്കുന്ന കുരിശുപള്ളി. ഇവിടെ നിന്നാലും നമുക്ക് പാണ്ടിപ്പാറ മല നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ഞാനങ്ങനെ നാരകക്കാനത്ത് നിന്ന് കുറച്ച് ദൂരം യാത്ര ചെയ്ത് ഇങ്ങോട്ട് വന്നു കേട്ടോ. തകരപ്പള്ളി മേടെന്ന് പറഞ്ഞാൽ അവിടുന്ന് കുറച്ചും കൂടെ നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നപ്പോഴത് കാണുന്ന കാഴ്ച കണ്ടോ. എൻ്റെ പൊന്നെ, നമ്മുടെ ഇടുക്കി ഡാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇടുക്കി ഡാമിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മൾ നിൽക്കുന്നത് കേട്ടോ. എങ്ങനെയുണ്ട്? എന്ത് രസമല്ലേ ഇടുക്കി ഡാം. എത്ര മഹാ അത്ഭുതമാണ് അല്ലേ. ശരിക്കും പറഞ്ഞാൽ ആ ഡാമിനൊപ്പം വെള്ളം കയറിക്കാൻ നിൽക്കുന്ന ആ ഒരു സംഭവമൊക്കെ അടിപൊളിയല്ലേ. അപ്പം മഴക്കാലങ്ങളിൽ ഇവിടെ വീണ്ടും നമുക്കൊന്ന് വരണം. എന്താണെങ്കിലും ഇത് അങ്ങേയറ്റത്ത് നമ്മുടെ ചെറുതോണി ഡാമിൻ്റെ ആ ഒരു സൈഡ് കാണാൻ പറ്റും. കുറവൻ കുർത്തി അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നു. പൊക്കം കൂടിയത് കുർത്തിയും പൊക്കം കുറഞ്ഞത് കുറവനുമാണെന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. എന്താണെങ്കിലും ഡാമിൻ്റെ മേളിക്കടെ നമുക്ക് വാഹനങ്ങളൊക്കെ പോകുന്ന കാഴ്ചയൊക്കെ ഉണ്ട്. ഡാം ഓപ്പണൊന്നും ആയിട്ടില്ല കേട്ടോ ഇതുവരെ.
അങ്ങനെ തകരപ്പള്ളി മേടും ഇടുക്കി ഡാമൊക്കെ കണ്ട് വീണ്ടും നാരായണ ഗ്രാമത്തിലെത്തിയിട്ട് നാരായണ ഗ്രാമത്തിൽ നിന്ന് നമ്മൾ ഇടുക്കി കട്ടപ്പന റൂട്ടിലേക്ക് കയറി പോകുന്ന കാഴ്ചയാണ്. ശരിക്കും നമ്മൾ ഇറങ്ങി വന്നത് വേറൊരു വഴി കൂടെയാണ്, കയറി പോകുന്നത് രണ്ടാമത്തെ ഈ ഗ്രാമത്തിലേക്കുള്ള വഴി കൂടിയാണ് കയറി പോകുന്നത് കേട്ടോ. ശരിക്കും ഈ ഗ്രാമത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ഗ്രാമമാണ്. അതുമാത്രമല്ല നല്ല മഴക്കാലത്തൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കോടമഞ്ഞും തണുപ്പൊക്കെ ഉള്ള ഒരു സ്ഥലം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലൊക്കെ ധാരാളം റിസോർട്ടുകളും ഹോം സ്റ്റേകളൊക്കെ ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് താമസിക്കാൻ. ശരിക്കും നമ്മുടെ കാൽവരി മൗണ്ട് മേടില്ലേ, കാൽവരി മൗണ്ടുമായിട്ട് ഏറ്റവും അടുത്ത് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലവും കൂടിയാണ് നാരായണ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ ഈ മേഖലയിലുണ്ട്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒരു കുരിശുമലയൊക്കെ കയറിയാൽ ഇടുക്കി ഡാമൊക്കെ കാണാൻ വേണ്ടി സാധിക്കും കേട്ടോ. അവിടെ നമുക്ക് പിന്നീട് ഒരു ദിവസം പോകണം. നമ്മളിപ്പോൾ അങ്ങനെ മെയിൻ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ കൊച്ചു വീഡിയോ നമ്മളിവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാമും കയറി ഫോളോ ചെയ്യുവാനും മറക്കരുത്. പുതിയ കാഴ്ചകളും പുതിയ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ.